എല്ലാ വാർത്താ ചർച്ചകളും ആരെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാകില്ല. വായിക്കുന്നവരും കേൾക്കുന്നവരും മുറിവേൽക്കുന്ന വാർത്തകളുമുണ്ട്. അതിലൊന്നു തന്നെയാണ് ആ 12 വയസ്സുകാരി കുഞ്ഞ്. 4 മാസം പ്രായമായ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് ജീവനറ്റതാക്കാൻ തീരുമാനിക്കുന്നത് ആ കൊച്ചു പെൺകുട്ടിയുടെ മനസ്സ് എത്ര മുറിഞ്ഞിട്ടായിരിക്കും. പിതൃ സഹോദരന്റെ കുടുംബം തന്നോടുള്ള സ്നേഹം കുറയ്ക്കുമെന്ന് അവൾ വിചാരിക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന് തിരുത്താൻ ആരെങ്കിലും ഉണ്ടായി കാണുമോ? അമ്മ ഉപേക്ഷിക്കുകയും അച്ഛൻ മരിക്കുകയും ചെയ്ത പെൺകുരുന്നാണ്. പുതിയ ആൾ വരുമ്പോൾ ഇനി നിന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞവരല്ലേ സ്വാഭാവികമായും ചുറ്റിലും കാണുകയുള്ളൂ. അലസമായി പലരും അവളോട് പറഞ്ഞ കാര്യങ്ങളുടെ മുറിവിൽ നിന്ന് ഒരു ദുർബല നിമിഷത്തിൽ ചെയ്തു പോയ പാതകമാണ്. പക്ഷെ ക്ഷമിക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് പരിമിതിയുണ്ട്. കുടുംബത്തിന് തന്നോട് സ്നേഹം കുറഞ്ഞുപോയി എന്ന് അവൾ മൊഴിയും നൽകുമ്പോൾ ഇനി ജുഡീഷ്യറി ആ കുരുന്നിനോട് എന്താണ് കൂടുതൽ ചോദിക്കുക? കൂടുതൽ ചോദ്യം ചെയ്യേണ്ട എന്ന തീരുമാനമെടുത്തെങ്കിലും നിയമം അനുശാസിക്കുന്ന ശിക്ഷ മറികടക്കാൻ അവൾക്ക് കഴിയില്ല. ജുവനൈൽ ഹോമിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഇനി എത്ര കാലം കഴിഞ്ഞാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തുക? ഈ കാലഘട്ടം ജുവനൈൽ ഹോം അവളെ തിരുത്തുമോ, നന്നാക്കുമോ, അതോ വലിയ ക്രിമിനലാക്കി മുദ്ര കുത്തുമോ? ആശങ്കയുണ്ട്, വിഷമമുണ്ട്. അവൾക്ക് വേണ്ടിയും ഒറ്റയടിക്ക് 2 കുട്ടികളെ ഫലത്തിൽ നഷ്ടപ്പെടുന്ന ആ കുടുംബത്തിന് വേണ്ടിയും ഈ മുറിവ് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഈ സമൂഹത്തിന് ശ്രദ്ധിച്ചുകൂടെ എന്ന് മാത്രം ചോദിക്കുന്നു.